Welcome to my YouTube channel Code Learner. Last video നമ്മൾ അറേയുടെ തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ അറേ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ പ്രോഗ്രാംസ് ഒന്ന് ചെയ്തു നോക്കാം. മെയിനായിട്ട് നമുക്ക് ഈ 5 പ്രോഗ്രാംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലെ ഓരോ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദി ആവറേജ് ഓഫ് ആൻ അറേ എലമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം പ്രോഗ്രാമിനകത്ത് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. നമുക്കിവിടെ ഒരു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഫസ്റ്റ് യൂസറിന് റീഡ് ചെയ്യണം. അറേയിൽ നിങ്ങൾ എത്ര എലമെൻറ്റ്സ് ആണോ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നിങ്ങൾ ഫസ്റ്റ് കീബോർഡിൽ നിന്ന് യൂസറിന് റീഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള ഒരു n എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവറേജ് കാണണമെങ്കിൽ അറേ എലമെൻറ്റ്സുകളുടെ സമ്മ് കാണേണ്ടി വരും. അതിന് മുമ്പായിട്ട് നമുക്ക് അറേ എന്താണെന്നുള്ളത് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യണം. നമുക്ക് അറേക്ക് പേര് എ എന്ന് കൊടുക്കാം. അതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് മാക്സിമം ഒരു 10 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്യാം. ഇത് 10 അതിൽ കൂടുതലോ ആകാം. എ ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മെമ്മറി ലൊക്കേഷൻസ് ആണ് അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10ൽ കുറവുള്ള നമ്പേഴ്സ് അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അറേയിലെ എലമെൻറ്റ്സുകളുടെ സമ്മ് കാണണം. അതിന് വേണ്ടി നിങ്ങളൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ് നല്ലത്, ഫ്ലോട്ട് സമ്മ്. അതേപോലെ തന്നെ ആവറേജ് കാണാൻ AVG എന്നൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറേ ഇൻഡെക്സ് ഐട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് I എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴും അറേ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇൻഡെക്സ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണത് നല്ലതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് അറേനകത്തോട്ട് വാല്യൂസ് റീഡ് ചെയ്യണം. അപ്പോൾ അറേനകത്തോട്ട് വാല്യൂസ് തൽക്കാലം നമുക്ക് n-ൻ്റെ വാല്യൂ ഒരു 5 കൊടുത്തു കഴിഞ്ഞാൽ, n-ൻ്റെ വാല്യൂ 5 കൊടുത്ത് 5 എലമെൻറ്റ്സ് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ലൊക്കേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുക. 5 ലൊക്കേഷനിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ 2, 3, 4, 1, 5 ഇങ്ങനെ 5 എലമെൻറ്റ്സ് നമ്മൾ റീഡ് ചെയ്തു. കീബോർഡിനകത്ത് നിന്ന് യൂസറുടെ അടുത്ത് നിന്ന് റീഡ് ചെയ്തു. ഇനി ഇതിൻ്റെ സമ്മ് കാണണം, ഈ എലമെൻറ്റ്സുകളുടെ സമ്മ് കാണണം. സോ 2 + 3 5, 5 + 4 9, 9 + 1 10, 10 + 5 15. അപ്പോൾ അത് നിങ്ങളൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ എലമെൻറ്റുകളുടെയും, അതായത് ഇത് 0 1 2 3 4 ഇങ്ങനെ ഓരോ ഇൻഡെക്സിലാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ എലമെൻറ്റും ഐട്രേറ്റ് ചെയ്യണം. അത് സമ്മ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. ആ ഐട്രേഷനിൽ തന്നെ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ഫൈനലി സമ്മിനകത്ത് നമുക്ക് 50 എന്നുള്ളൊരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സമ്മ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. സോ 15.0 എന്നിട്ടാണ് വാല്യൂ സ്റ്റോർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആവറേജ് കാണുന്നുണ്ടെങ്കിൽ AVG = ദാറ്റ് സം ബൈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇതാണ് നിങ്ങൾ ഇക്വേഷനിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിനകത്ത് ചെയ്യാനുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് AVGക്കകത്ത് കറസ്പോണ്ടിങ് ആവറേജ് കിട്ടും. അതെന്ത് ചെയ്യുക, നിങ്ങൾ പ്രിന്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ലോജിക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, program to print all even numbers in an array. അറേക്കകത്ത് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് അറേ ഫസ്റ്റ് റീഡ് ചെയ്യണം. നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് ഉള്ളൊരു അറേ ഉണ്ടെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ 1 2 3 4 5 5 എലമെൻറ്റ്സ് ഉള്ളൊരു അറേ ഉണ്ട്. ഇതിനകത്ത് നിന്ന് ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ എലമെൻറ്റിനെ ഐട്രേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് അറേയുടെ പേര് A ആണെന്ന് കരുതുക. സോ if A of I എന്ന് പറഞ്ഞാൽ I-ൻ്റെ വാല്യൂ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ ഇൻഡെക്സ് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4. സോ A of I മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഈക്വൽസ് 0 ആണെങ്കിൽ ദാറ്റ് എലമെൻറ്റ് ഈസ് ഈവൻ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ എലമെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യുക. അല്ലാത്ത കേസിൽ സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും അടുത്ത എലമെൻറ്റ് എടുക്കുക. അതേ മോഡ് 2 ചെയ്ത് നോക്കുക. =0 ആണെങ്കിൽ അത് ഈവൻ ആണ്, അത് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് അടുത്ത എലമെൻറ്റ് എടുക്കുമ്പോൾ 3 mod 2 =0 അല്ല, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഓരോ എലമെൻറ്റും ഐട്രേറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ലോജിക്ക്. തേർഡ് ക്വസ്റ്റ്യൻ, program to print array in reverse order. Suppose we have an array A which contains 5 elements 1 2 3 4 5. arrayയുടെ ഇൻഡെക്സ് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോ എലമെൻറ്റും എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിനെ റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണെങ്കിൽ, സാധാരണ നിങ്ങൾ
ഫോർ ലൂപ്പ് ഐ ഈക്വൽ ടു 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഐ ഈക്വൽ ടു n-1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് എന്നിനകത്ത് അറേക്കകത്ത് 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ n-1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഐൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരെ പോകണം, കാരണം അറേയുടെ ഇൻഡെക്സ് 0 വരെ പോകുന്നുണ്ട്. ദെൻ ഐയുടെ വാല്യൂ ഐ പ്ലസ് പ്ലസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഐ മൈനസ് മൈനസ് ചെയ്യുക, കാരണം ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. n-1 മുതൽ 0 വരെയാണ് പോകുന്നത്. ഇനി എന്ത് ചെയ്യുക, ആ ഓരോ എലമെൻറ്റും പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ഓഫ് %d, എ ഓഫ് ഐ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. എ ഓഫ് ഐ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ എ ഓഫ് ഐയിൽ ഫസ്റ്റ് എ ഓഫ് n-1, എ ഓഫ് n-1 എന്ന് പറഞ്ഞാൽ 5 ആണ്. ദെൻ ഐൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും, എ ഓഫ് n-2 ആകും. അങ്ങനെ പോകും. അതായത് ആദ്യം എ ഓഫ് n-1 എന്ന് പറഞ്ഞാൽ എ ഓഫ് 4, ദെൻ എ ഓഫ് 3, എ ഓഫ് 2, എ ഓഫ് 1, എ ഓഫ് 0. അതാണ് പ്രിൻ്റ് ചെയ്യുക. ഇതാണ് റിവേഴ്സ് ചെയ്യാനുള്ള ലോജിക്ക്. അടുത്ത ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ആൻ അറേ. അപ്പോൾ ഇവിടെ നമുക്ക് അറേ ഉണ്ട്, അറേയുടെ പേര് എ എന്നാണ്. ഇതിനകത്ത് എലമെൻറ്റ്സ് 1 2 3 4 5, ഇൻഡെക്സ് 0 1 2 3 4. നമുക്കിവിടെ റീഡ് ചെയ്യേണ്ട എലമെൻറ്റിനെ നിങ്ങൾ തൽക്കാലം ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് 4 ആണ് ഈ ഒരു അറേക്കകത്ത് നിന്ന് സെർച്ച് ചെയ്യേണ്ടതെങ്കിൽ ആ എലമെൻറ്റ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ട് യൂസറോട് നിന്ന് റീഡ് ചെയ്യുക. യൂസറോട് ആദ്യം ചോദിക്കുക ഏത് എലമെൻറ്റാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളത് യൂസറോട് ചോദിക്കുക. അപ്പോൾ എലമെൻറ്റ് 4 ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ 4 ഐ ഈക്വൽ ടു 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ n വരെ പോകണം. ദെൻ ഐ പ്ലസ് പ്ലസ് ഈക്വൽ ടു ഇല്ല, ഇവിടെ ഐ ലെസ് ദാൻ n വരെ പോയാൽ മതി, കാരണം ഇൻഡെക്സ് 4 വരെ പോകുന്നുള്ളൂ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് -1 വരെ പോകുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യാം, ഇനി ഒരു ഈഫ് ലോജിക്കിനുള്ളിൽ ഈഫ് എ ഓഫ് ഐ ഈക്വൽസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഓഫ് എലമെൻറ്റ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. ഈ ഒരു ലോജിക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഇതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോഴൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രാം ടു റിവേഴ്സ് ആൻ അറേ. ഈ ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും രണ്ടും ഡിഫറെൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യനിൽ ജസ്റ്റ് നമ്മൾ അറേ എലമെൻറ്റ് ബാക്കിൽ നിന്ന് ട്രേസ് ചെയ്ത് ബാക്കിൽ നിന്ന് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ഒരു അറേക്കകത്തുള്ള പൊസിഷനിൽ തന്നെ എലമെൻറ്റ്സ് മാറ്റം വരുത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് എ എന്ന് പേരിലൊരു അറേ ഉണ്ട്. ഇതിനകത്ത് 5 എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ഫോർ എക്സാമ്പിൾ 1 2 3 4 5, ഇൻഡെക്സ് 0 1 2 3 4 5 എലമെൻറ്റ്സ് ആണ്. ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ എലമെൻറ്റ്സിനെ സ്വാപ്പ് ചെയ്യുക. അതായത് സ്വാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷനിലുള്ള എലമെൻറ്റും ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റും ഈ എലമെൻറ്റും തമ്മിൽ എന്ത് ചെയ്യണം, എക്സ്ചേഞ്ച് ചെയ്യണം. ഈ എലമെൻറ്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണം. ഈ എലമെൻ്റ് ഒന്നും ചെയ്യണ്ട. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ലോജിക്ക്. ഇവിടെയുള്ള ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടി എന്ന് പറഞ്ഞ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് ഈ ടീക്കകത്തോട്ട് ഈ എലമെൻറ്റിനെ സേഫായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് എ ഓഫ് 0നെ സേഫായിട്ട് അങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ എ ഓഫ് 0ൻ്റെ സ്ഥാനത്തോട്ട് എന്ത് വരണം, ഇയാൾ കയറി വരണം അല്ലേ. സോ എ ഓഫ് 0 ഈക്വൽ ടു എ ഓഫ് ലാസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റ്, അതായത് n-1 കയറി വരണം. ഈ n-1ൻ്റെ സ്ഥാനത്ത് എന്ത് വരണം, n-1ൻ്റെ സ്ഥാനത്ത് ഈ പൊസിഷനിലുള്ള ആൾ വേണം. എ ഓഫ് 0 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഇപ്പോൾ ഈ 5 കയറി വന്നിട്ടുണ്ടാവും. ഇതിനെ ഇങ്ങോട്ട് ഇടണം. അപ്പോൾ ഇതിനെ നമ്മൾ സേഫായിട്ട് ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ടി കൊടുക്കുക. ഇതാണ് സ്വാപ്പ് ചെയ്യാനുള്ള ലോജിക്ക്. ഈ ലോജിക്കാണ് നിങ്ങൾ പ്രോഗ്രാമിനകത്ത് കൊടുക്കേണ്ടത്. ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക. ഏതുവരെ പോകണം, n/2 വരെ പോകണം. അത് പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. തൽക്കാലം നമുക്ക് പ്രോഗ്രാം എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന് ഒരു അറേക്കകത്തുള്ള എലമെൻറ്റ്സുകളുടെ ആവറേജ് കാണാനാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതും ഓൺലൈൻ കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാം സ്ട്രക്ചർ ഓൾറെഡി അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. നമുക്ക് ഒരു അറേ എന്തായാലും വേണം. ഇപ്പോൾ തൽക്കാലം 10 ലൊക്കേഷനുള്ള ഒരു അറേ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. കമ്പൈലറിനോട് 10 ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്ത് തരാൻ പറയുകയാണ്. ഇനി നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയെന്നുള്ളത് കീബോർഡിൽ നിന്ന് യൂസറോട് ചോദിക്കണം. അതിന് n എന്നുള്ളൊരു വേരിയബിൾ യൂസ് ചെയ്യാം. ദെൻ ഇൻഡെക്സിന് വേണ്ടിയിട്ട് i എന്നുള്ളൊരു വേരിയബിൾ യൂസ് ചെയ്യാം. നമുക്ക് ആവറേജ് കാണാനാണ്. സോ AVG എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതുപോലെ ആവറേജ് കാണണമെങ്കിൽ അറേ എലമെൻറ്റ്സുകളുടെ സമ്മ് ഫസ്റ്റ് കാണണം. സോ സമ്മ് സ്റ്റോർ ചെയ്യാൻ നിങ്ങൾക്ക് സമ്മ് എന്ന് പറയുന്ന വേരിയബിളും യൂസ് ചെയ്യാം. സമ്മ് ഇനീഷ്യലി 0 ആക്കി സെറ്റ് ചെയ്യാം. എന്തിനാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വേരിയബിൾ ഡിക്ലറേഷൻസ് ആയി. ഇനി യൂസറോട് ചോദിക്കുകയാണ് എത്ര എലമെന്റ്സ് ആണ് നിങ്ങൾ അറയിലോട്ട് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ ഹൗ മെനി എലമെന്റ്സ് എന്നുള്ളത് യൂസറോട് ചോദിക്കാം. ഹൗ മെനി എലമെന്റ്സ്. അപ്പോൾ യൂസർ നോർമലി എലമെന്റ് എത്രയെന്നുള്ളത് അത് ഇൻപുട്ട് ചെയ്യും. അത് നമുക്ക് സ്കാൻ ഓഫ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യാം. സോ സ്കാൻ ഓഫ് %d, ആമ്പർസാൻഡ് n, അത് n എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്തു. ഇനി യൂസറോട് എലമെന്റ്സ് അറയിനകത്തോട്ട് എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ പറയാം. സോ പ്രിന്റ് ഓഫ് എൻ്റർ ദി എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ പറയാം. അത് നിങ്ങൾ 5 എലമെന്റ്സ് ആണ്. ഇപ്പോൾ n-ന്റെ വാല്യൂ 5 ആണെങ്കിൽ 5 എലമെന്റ്സ് ആണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ 5 പ്രാവശ്യം സ്കാൻ ഓഫ് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൂപ്പ് യൂസ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറേ യൂസ് ചെയ്യുകയാണെങ്കിൽ അറേ വാല്യൂസ് റീഡ് ചെയ്യുമ്പോൾ ഒരു ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുകയാണ് നല്ലതെന്ന്. അപ്പോൾ അറേയുടെ ഇൻഡെക്സ് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക, n-1 വരെയാണ് പോവുക. കാരണം 5 എലമെന്റ് ആണെങ്കിൽ അറേയുടെ ഇൻഡെക്സ് 0 മുതൽ 4 വരെയാണ് പോവുക. സോ i ലെസ് ദാൻ n വരെ പോകണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കരുത്. ദെൻ i++. എന്ത് ചെയ്യണം, നമുക്ക് അറേക്കകത്തോട്ട് എലമെന്റ്സിനെ റീഡ് ചെയ്യണം. സോ സ്കാൻ ഓഫ് %d, കാരണം ഇൻറ്റിജർ എലമെന്റ് ആണ് റീഡ് ചെയ്യുന്നത്. സോ %d ആമ്പർസാൻഡ് എങ്ങോട്ട് റീഡ് ചെയ്യണം, a ഓഫ് iയിലോട്ട് റീഡ് ചെയ്യണം. കാരണം i-ന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് i-ന്റെ വാല്യൂ 0 ആണ്. സോ 0th ഇൻഡെക്സിലോട്ട് റീഡ് ചെയ്യും. അടുത്ത ഇറ്ററേഷനിൽ i-ന്റെ വാല്യൂ 1 ആകും. സോ a ഓഫ് 1-ലോട്ട് റീഡ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. നമുക്കിവിടെ ഒന്ന് ഷോർട്ട് ആക്കാം പ്രോഗ്രാം. നിങ്ങൾക്ക് സമ്മ് ഇവിടെ തന്നെ വേണമെങ്കിൽ കാണാം. ഓരോ എലമെന്റ് റീഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സമ്മ് ഇവിടെ തന്നെ കാണാം. സം ഈക്വൽ ടു സം പ്ലസ് a ഓഫ് i ചെയ്ത് കഴിഞ്ഞാൽ എലമെന്റ് റീഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ റീഡ് ചെയ്യുന്ന എലമെന്റിനെ സമ്മിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ലൂപ്പും കൂടി എഴുതിയിട്ട് സമ്മ് കാണേണ്ടി വരും. അപ്പോൾ അതൊന്ന് ഷോർട്ട് ആക്കിയാണ് ഞാൻ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് സമ്മിനകത്ത് അറേ എലമെന്റുകളുടെ സമ്മ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവറേജ് ആണ് കാണേണ്ടത്. സോ avg ഈക്വൽ ടു സം ബൈ n. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സമ്മ് ഫ്ലോട്ട് കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആവറേജ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് റിസൾട്ട് വരാനാണ് ചാൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 12.5 ഇതുപോലുള്ള വാല്യൂ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മ് ഇൻറ്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റിജർ ബൈ ഇൻറ്റിജർ ചെയ്യുമ്പോൾ എന്നും ഓൾറെഡി ഇൻറ്റിജർ ആണ്. സോ ഇൻറ്റിജർ ബൈ ഇൻറ്റിജർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഇൻറ്റിജർ ആണ് കിട്ടുക. അപ്പോൾ ആവറേജ് നിങ്ങൾക്ക് ഇൻറ്റിജറിലാവും റിസൾട്ട് വരിക. പക്ഷെ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അപ്പർ സൈഡിലുള്ള വാല്യൂ ഫ്ലോട്ട് ആക്കണം, അല്ലെങ്കിൽ ലോവർ സൈഡിലുള്ള വാല്യൂ ഫ്ലോട്ട് ആക്കണം. അതിനാണ് നമ്മളോട് സമ്മ് ഫ്ലോട്ട് ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവറേജ് പ്രിന്റ് ചെയ്യാം. സോ പ്രിന്റ് ഓഫ് ദി ആവറേജ് ഈസ് നമുക്ക് %f ആണ്, കാരണം ഫ്ലോട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ആവറേജിനെ. സോ avg. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഹൗ മെനി എലമെന്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു തൽക്കാലം ചെറിയ എലമെന്റ് കൊടുക്കാം, 5 എലമെന്റ്സ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എലമെന്റ് എൻ്റർ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ സ്പേസ് ഇട്ട് എൻ്റർ ചെയ്ത് പോകാം, ഇങ്ങനെ എൻ്റർ ചെയ്ത് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് ഓരോ എലമെന്റ് ലൈൻ ബൈ ലൈനും അങ്ങനെയും എൻ്റർ ചെയ്യാം. തൽക്കാലം നമുക്ക് സ്പേസ് ഇട്ട് എൻ്റർ ചെയ്യാം, കുറച്ചും കൂടിയും അറേ റീഡ് ചെയ്യല്ലേ. സോ 1 2 5 3 2 5 എലമെന്റ്സ് റീഡ് ചെയ്തു. ഇനി അതിന്റെ ആവറേജ് 2.6 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം അവിടെ തന്നെ കിടന്നോട്ടെ, ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയും വേരിയബിൾസ് എന്തായാലും നമുക്ക് വേണം. അറേനെ റിവേഴ്സ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ഹൗ മെനി എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് യൂസറോട് നിന്ന് റീഡ് ചെയ്യാം. സോ പ്രിന്റ് ഓഫ് ഹൗ മെനി എലമെന്റ്സ്, യൂസറോട് നിന്ന് എത്ര എലമെന്റ് ആണെന്നുള്ള റീഡ് ചെയ്യാം. സോ സ്കാൻ ഓഫ് %d, ആമ്പർസാൻഡ് n, അത് n അതോട്ട് റീഡ് ചെയ്തു. ഇനി എലമെന്റ്സ് യൂസറോട് എൻ്റർ ചെയ്യാൻ ചോദിക്കണം. പ്രിന്റ് ഓഫ് എൻ്റർ ദ എലമെന്റ്സ് for I equal to 0, I less than n, I plus plus, scan of %d, ആമ്പർസാൻഡ് n. സോറി, a of iയിലോട്ടാണ് വാല്യൂസ് റീഡ് ചെയ്യേണ്ടത്. സോ ആമ്പർസാൻഡ് അറയിലോട്ടാണ് വാല്യൂസ് റീഡ് ചെയ്യേണ്ടത്. സോ a of i. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തോളും. അപ്പോൾ ഓരോ ഇറ്ററേഷനിലും അറയിലോട്ട് വാല്യൂസ് റീഡ് ചെയ്യും. ഇനി എന്ത് ചെയ്യണം, നമുക്ക് അറേനെ റിവേഴ്സിലാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നും കൂടി വേറെ ലൂപ്പും കൂടി യൂസ് ചെയ്യാം. ഫോർ i ഈക്വൽ ടു
ബാക്കിൽ നിന്നാണ് ട്രേസ് ചെയ്യേണ്ടത്. സോ n-1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. n മുതൽ സ്റ്റാർട്ട് ചെയ്യരുത്, കാരണം അറേയുടെ ലാസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂവിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ n-1 ആയിരിക്കും. നമ്പർ ഓഫ് എലമെന്റ്സ് -1 ആയിരിക്കും. ദെൻ i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരെ പോകണം, കാരണം അറേയുടെ ഫസ്റ്റ് എലമെന്റ് 0യിലാണ് കിടക്കുന്നത്. ദെൻ ഐനെ ഓരോ ഇറ്ററേഷനിലും ഒന്ന് ഡിക്രിമെന്റ് ചെയ്യാം. എന്ത് ചെയ്യണം? ആ എലമെന്റ് പ്രിന്റ് ചെയ്യണം. സോ പ്രിന്റ് ഓഫ്, നിങ്ങളുടെ കേളി ബ്രാക്കറ്റ് ഇവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. സോ യു ഡോണ്ട് നീഡ് ടു പുട്ട് ദ കേളി ബ്രാക്കറ്റ് ഹിയർ. സോ പ്രിന്റ് ഓഫ് %d, നമുക്കൊരു /t കൊടുക്കുക, ഒരു സ്പേസ്. ഓരോ എലമെന്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പേസ് പ്രിന്റ് ചെയ്യാനാണ് /t കൊടുക്കുന്നത്. സോ എ ഓഫ്, നിങ്ങൾക്ക് /t അല്ലെങ്കിൽ /n കൊടുക്കാം. fi ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഹൗ മെനി എലമെന്റ്സ്? നമുക്ക് 5 കൊടുക്കാം. എലമെന്റ്സ് എന്ത് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്? 1 2 3 4 5. സോ ദ റിവേഴ്സ്ഡ് എലമെന്റ്സ്, അല്ലെങ്കിൽ അറേനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 5 4 3 2 1. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പ്രിന്റ് എഫ് കൊടുക്കാം. പ്രിന്റ് എഫ് ആഫ്റ്റർ റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പ്രിന്റ് കൊടുക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഹൗ മെനി എലമെന്റ്സ്? 5 2 4 6 8 10. ആഫ്റ്റർ റിവേഴ്സൽ 10 8 6 4 2. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. ഇനി അടുത്ത ക്വസ്റ്റ്യന് നമുക്ക് അറേയിൽ ഒരു പർട്ടിക്കുലർ എലമെന്റ് സെർച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് അതുപോലെ തന്നെ കൊടുക്കാം. അറേയിലോട്ട് വാല്യൂസ് റീഡ് ചെയ്യണം. ഇതെല്ലാം നേരത്തെ യൂസ് ചെയ്ത അതേ പ്രോഗ്രാമിനകത്ത് ലോജിക് തന്നെ യൂസ് ചെയ്യേണ്ടി വരും, കാരണം ഇതെല്ലാം റിപ്പീറ്റേഷൻ ആണ്. നമുക്കിവിടെ ഒരു എലമെന്റ് സെർച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. ഒരു പർട്ടിക്കുലർ എലമെന്റ് അറേക്കകത്ത് പ്രസന്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എലമെന്റ് എന്നൊരു വേരിയബിളും കൂടി ഡിക്ലെയർ ചെയ്യാം. സോ ഇവിടെ നമ്മൾ എത്ര എലമെന്റ്സ് ആണെന്ന് റീഡ് ചെയ്തു. ദെൻ എലമെന്റ്സ് കീബോർഡിനകത്ത് നിന്ന് അറേയിലോട്ട് റീഡ് ചെയ്തു. നമ്മൾ യൂസറോട് ചോദിക്കുകയാണ് എലമെന്റ് ടു ബി സെർച്ച്ഡ്. പ്രിന്റ് ഓഫ് എൻ്റർ ദ elements to be searched എന്നിട്ട് ചോദിക്കുകയാണ്. അത് നിങ്ങൾ റീഡ് ചെയ്യുക. സ്കാൻ ഓഫ് %d, ആമ്പർസാൻഡ് ELT. അത് എലമെന്റ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ടാണ് റീഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ എലമെന്റ് എന്നുള്ള വേരിയബിളിന് ഷോർട്ടാക്കിയിട്ട് ELT എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഐട്രേറ്റ് ചെയ്യണം, അറേനെ ഐട്രേറ്റ് ചെയ്യണം. സോ ഫോർ d = 0, i less than n വരെ പോകണം. i++, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. if അറേയിലെ ഓരോ എലമെന്റിനും സെർച്ച് ചെയ്യണം. സോ a of i equals ELT ആണെങ്കിൽ എന്ത് ചെയ്യണം? എലമെന്റ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം അല്ലേ? എലമെന്റ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. സോ പ്രിന്റ് ഓഫ് എലമെന്റ് ഫൗണ്ട്. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എറർ ഉണ്ട്. എലമെന്റ് ഫൗണ്ടിൽ ഇവിടെ നമ്മൾ സെമികോളൻ ഇട്ടിട്ടില്ല. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഹൗ മെനി എലമെന്റ്സ് ചോദിക്കുന്നുണ്ട്. 5 എലമെന്റ് ആണ്. എൻ്റർ ദ എലമെന്റ്സ് 2 3 1 4 6. എൻ്റർ ചെയ്തു. എൻ്റർ ദ എലമെന്റ് ടു ബി സെർച്ച്ഡ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ എലമെന്റ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എലമെന്റ് ഫൗണ്ട്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇല്ലാത്തൊരു എലമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 5 എലമെന്റ് ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. നമുക്ക് എലമെന്റ്സ് കൊടുക്കാം. നമുക്ക് 10 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പ്രിന്റ് ചെയ്യുന്നില്ല. എലമെന്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും പ്രിന്റ് ചെയ്യുന്നില്ല. നമുക്ക് അതും കൂടി പ്രിന്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനുള്ള ലോജിക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യാം? എലമെന്റ് കണ്ടോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ അതിന് നമുക്ക് തൽക്കാലം ഇവിടുന്ന് ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടുന്ന് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഫ്ലാഗ് വേരിയബിളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ, അത് ഇനീഷ്യലി 0 ആക്കി സെറ്റ് ചെയ്യാം. കണ്ടെങ്കിൽ ആ എലമെന്റിനെ കാണുകയാണെങ്കിൽ ഫ്ലാഗിന്റെ വാല്യൂ 1 ആക്കുക. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്ലാഗിന്റെ വാല്യൂ 0 തന്നെ കടന്നോളൂ. അപ്പോൾ ഇവിടെ ഈ a of i ഈക്വൽസ് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലാഗിന്റെ വാല്യൂ 1 ആക്കുക. അല്ലാത്തടത്തോളം ആ എലമെന്റ്, ആ ഫ്ലാഗിന്റെ വാല്യൂ 0യിൽ തന്നെ ഇങ്ങനെ കിടക്കും. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഈ ഫോർ ലൂപ്പിന് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്താൽ മതി? ആ ലോജിക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഫ്ലാഗ്
ഫ്ലാഗ് ഈക്വൽസ് 1 ആണെങ്കിൽ എന്താണ്, എലമെന്റിനെ കണ്ടെങ്കിലാണ് ഇങ്ങോട്ട് കയറുള്ളൂ, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറലുണ്ടാവില്ല. സോ എലമെന്റ് ഫ്ലാഗ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രിന്റ് ഓഫ് എലമെന്റ് ഫൗണ്ട് എന്നിട്ട് പ്രിന്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട് എന്നിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാം. നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇതാണ് ലോജിക്ക്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടിയും ചെയ്യാം. നിങ്ങൾക്ക് എലമെന്റ് എത്രാമത്തെ പൊസിഷനിലാണ് കണ്ടെന്നും കൂടി വേണമെങ്കിൽ ചെക്ക് ചെയ്യിപ്പിക്കാം. അതിന് മുമ്പ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഹൗ മെനി എലമെന്റ്സ് ചോദിക്കുന്നുണ്ട്, 5 എലമെന്റ്. നമുക്ക് എലമെന്റ്സ് റീഡ് ചെയ്യാം. 5 എലമെന്റ്സ് കൊടുത്തു. സോ എലമെന്റ് ടു ബി സെർച്ച്ഡ് നമുക്ക് 80 കൊടുക്കാം. സോ നോട്ട് ഫൗണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എത്രാമത്തെ പൊസിഷനിൽ കണ്ടു എന്നുള്ളത് കിട്ടണം. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, ഇവിടെ കണ്ട ഉടനെ തന്നെ ഇവിടുന്ന് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യിപ്പിക്കുക. കണ്ട ഉടനെ തന്നെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യിപ്പിക്കുക. അതായത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ലൂപ്പിൽ നിന്നാണ് എക്സിറ്റ് ആവുക. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ ഐ എന്നുള്ള വേരിയബിളിനകത്ത് ആ കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടായിരിക്കും, ഏത് പൊസിഷനിൽ നിന്നാണ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എഫ് ഐ ഈക്വൽസ് എലമെന്റ് ആണെങ്കിൽ, അതായത് ഐൻ്റെ വാല്യൂ 0 ആണെങ്കിൽ 0th ഇൻഡെക്സിൽ കണ്ടു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ആകുമ്പോൾ ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എലമെന്റ് ഫൗണ്ട് അറ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. എലമെന്റ് ഫൗണ്ട് അറ്റ് %d. ഇനി ആ ഐ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഹൗ മെനി എലമെന്റ്സ്, 5 എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. 2, 4, 6, 8, 10. എലമെന്റ് ടു ബി സെർച്ച്ഡ് നമുക്ക് 8 കൊടുത്തു കഴിഞ്ഞാൽ എലമെന്റ് ഫൗണ്ട് അറ്റ് 3, അതായത് ഇവിടെയാണ് കണ്ടിട്ടുള്ളത്. അതായത് 0, 1, 2, 3, അതായത് 3rd ഇൻഡെക്സിലാണ് എലമെന്റിനെ കണ്ടിട്ടുള്ളത്. എനിക്ക് പൊസിഷൻ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് 4ാമത്തെ പൊസിഷനാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇവിടെ I+1 എന്ന് കൊടുത്താൽ മതി. I+1. അപ്പോൾ ഇതാണ് എലമെന്റിനെ സെർച്ച് ചെയ്യാനുള്ള ലോജിക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് ഒരു അറേക്കകത്തുള്ള ഈവൻ നമ്പേഴ്സും പ്രിന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്, അറേക്കകത്തോട്ട് വാല്യൂസ് റീഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു ലോജിക്കും ഒരു ലൂപ്പും കൂടി എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ എലമെന്റിനും എന്ത് ചെയ്യാം, ഹൈഡ്രേറ്റ് ചെയ്യാം. സോ ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ n വരെ പോകണം. ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഈഫ് ലോജിക്ക് എഴുതുക. ഈഫ് a ഓഫ് i മോഡ് 2, ഇതാണ് ഈവൻ ആണോ ഓടാണോ ചെക്ക് ചെയ്യാനുള്ള ലോജിക്ക്. അത് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, ഈവൻ നമ്പർ ആണ്. അപ്പോൾ ഓരോ ഐട്രേഷനും അതിൻ്റെ വാല്യൂ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ഐട്രേഷനിലും ഓരോ എലമെന്റ് എടുക്കും, അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. റിമൈൻഡർ മോഡുലസ് ഓപ്പറേറ്റർ ചെയ്യുക, റിമൈൻഡർ കിട്ടുകയാണ് ചെയ്യുക. ആ റിമൈൻഡർ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ എലമെന്റിനെ പ്രിന്റ് ചെയ്യാം, കാരണം അതൊരു ഈവൻ നമ്പർ ആണ്. സോ %d നമുക്കൊരു /t കൊടുക്കാം, സ്പേസ് പ്രിന്റ് ചെയ്യാൻ. ആ a ഓഫ് i പ്രിന്റ് ചെയ്യാം, ആ എലമെന്റ് ആണ് അവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത എലമെന്റ് എടുത്തോളും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഹൗ മെനി എലമെന്റ്സ് ചോദിക്കുന്നുണ്ട്. നമുക്കൊരു തൽക്കാലം 5 എലമെന്റ് കൊടുക്കാം. എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. 2, 3, 4, 6, 7. സോ 2, 4, 6 ആണ് അവിടുത്തെ ഈവൻ നമ്പേഴ്സ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രിന്റ് എഫ് കൊടുക്കാം. ഒരു പ്രിന്റ് എഫ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഈവൻ നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈവൻ നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ഈ ലൂപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ സെമിക്കോളൻ മിസ്സിംഗ് ആണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഹൗ മെനി എലമെന്റ്സ്, 5 എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. 3, 4, 6, 8, 7 എൻ്റർ ചെയ്യുമ്പോൾ ഈവൻ നമ്പേഴ്സ് ആർ 4, 6, 8. ഇതാണ് പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യന് നമുക്ക് ഒരു അറേനെ റിവേഴ്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് അറേനെ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഓരോ പൊസിഷനിൽ പോയിട്ട് എലമെന്റുകളെ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എലമെന്റിനെ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ അറേനെ റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റും ലാസ്റ്റ് എലമെന്റും തമ്മിൽ എന്ത് ചെയ്യണം, എക്സ്ചേഞ്ച് ചെയ്യണം. ദെൻ സെക്കൻഡ് എലമെന്റും സെക്കൻഡ് ലാസ്റ്റ് എലമെന്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് പോകണം. ഏതുവരെ പോകണം, അറേയുടെ എലമെന്റ് ബൈ 2 വരെ പോയാൽ മതി, പകുതി വരെ പോയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടിക്കോളും.
അപ്പോൾ ഇവിടെ സ്വാപ്പിംഗ് ആണ് നടക്കുന്നത്. ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും തമ്മിൽ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ ഈ പൊസിഷനിലോട്ട് ലാസ്റ്റ് എലമെൻറ്റിലുള്ള പൊസിഷനാണ് കയറി വരേണ്ടത്. അപ്പോൾ അത് കയറി വരുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റിനെ സേഫായിട്ട് ഒരു വേരിയബിളിനകത്ത്, ടെമ്പററി വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ടി എന്നുള്ളൊരു ടെമ്പററി വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, സോ ഹൗ മെനി എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. അത് എൻ എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു വേരിയബിളും കൂടി ആവശ്യം വരും, ഒരു എക്സ് എന്നുള്ളൊരു വേരിയബിളിന്. നമ്പർ ഓഫ് എലമെൻറ്റ്സിന് എന്നിട്ട് എന്ത് ചെയ്യുക, അത് എക്സിനകത്തോട്ട് സ്റ്റോർ ചെയ്യുക. എക്സ് ഈക്വൽ ടു എൻ ആക്കുക. ഇപ്പോൾ എക്സിനകത്തും എന്നിനകത്തും ഒരേ വാല്യൂ ആണ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. ഇനി കീബോർഡിൽ നിന്ന് അറേയിലോട്ട് വാല്യൂസ് റീഡ് ചെയ്തു. ഇനി നമുക്ക് സ്വാപ്പ് ചെയ്യാനുള്ള മെത്തേഡ് ചെയ്യാം. സോ നമുക്കൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഫോർ ഐ ഈക്വൽ ടു 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം, ഐ ലെസ് ദാൻ n/2 വരെ പോയാൽ മതി. കാരണം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അറേനെ പഴയ പോർട്ടലിൽ തന്നെ കിട്ടും. പക്ഷേ അത് ആവശ്യമില്ല, നമുക്ക് റിവേഴ്സ് ആണ് ചെയ്യേണ്ടത്. i++ ചെയ്യാം, ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്വാപ്പ് ചെയ്യാനുള്ള ലോജിക്ക് എഴുതണം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടെമ്പററി വേരിയബിളിനകത്തോട്ട് ഫസ്റ്റ് അറേയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഐൻ്റെ വാല്യൂ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എ ഓഫ് 0 ഫസ്റ്റ് എലമെൻറ്റിനെ ടെമ്പിനകത്തോട്ട് സ്റ്റോർ ചെയ്തു. എ ഓഫ് ഫസ്റ്റ് പൊസിഷനിലോട്ട് ആര് കയറി വരണം, ലാസ്റ്റ് എലമെൻറ്റ് കയറി വരണം. ലാസ്റ്റ് എലമെൻറ്റ് പറഞ്ഞാൽ എ ഓഫ് എക്സ്, x-1. അപ്പോൾ 5 എലമെൻ്റ് ആണെങ്കിൽ 4 വരെ, നാലാമത്തെ ഇൻഡെക്സ് വരെ എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് n-1 കൊടുക്കാൻ കാരണം, അല്ലെങ്കിൽ x-1 കൊടുക്കാൻ കാരണം. x-1 എന്നുള്ള പൊസിഷനിലോട്ട് ആര് കയറി വരണം, x-1 എന്നുള്ള പൊസിഷനിലോട്ട് ഫസ്റ്റ് എലമെൻറ്റ് ടെമ്പിലുണ്ട്, ആ ടെമ്പ് കൊടുക്കണം. ഓക്കെ, ഇനി അതിന് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യുക. കാരണം എക്സ് ഇവിടുന്ന് ഇങ്ങോട്ട് വരിക ചെയ്യുക, ഐ ഇവിടുന്ന് അങ്ങോട്ട് പോകും. സോ ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും, ദെൻ സെക്കൻഡ് എലമെൻറ്റും സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റും, തേർഡ് എലമെൻറ്റും തേർഡ് ലാസ്റ്റ് എലമെൻറ്റും, ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഐ ഇവിടുന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും, എക്സ് അവിടുന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറേ പൊസിഷനിലുള്ള എലമെൻ്റ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ അറേ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് ഓഫ് എന്ത് ചെയ്യാം, ആഫ്റ്റർ റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യാം. ആഫ്റ്റർ റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാം. അതിനുശേഷം ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് വേണം അറേ പ്രിന്റ് ചെയ്യാൻ. സോ ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, i++, print of എന്ത് ചെയ്യുക, %d, നമുക്കൊരു സ്പേസ് ഇട്ട് പ്രിന്റ് ചെയ്യിക്കാം. %d/t a ഓഫ് i ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഹൗ മെനി എലമെൻറ്റ്സ്, 5. എൻ്റർ ദ എലമെൻറ്റ്സ് 1 2 3 4 5. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ട് 5 4 3 2 1. ഇതാണ് പ്രോഗ്രാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അറേയുടെ തന്നെ സ്ട്രിങ് കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം.